ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമാണ് വിചാരിക്കുന്നത്. ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നതാ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. അപ്പം ഏകദേശം രാവിലെ കുറച്ച് പെയ്ത് നിന്നിട്ടാണ് മഴ ചോർന്നത്. അവധിക്കാലം എന്ന് പറയുമ്പോൾ അമ്മമാർക്കൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആശ്വാസമുള്ള സമയമാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അവധിയൊക്കെ തീരാറായി. രണ്ടാഴ്ചയും കൂടി ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ് മക്കൾക്ക് സ്കൂൾ പോകുന്ന തിരക്കായില്ല. മഴയും എല്ലാം കൂടെ ഒരുമിച്ചാവും. ഇപ്രാവശ്യം മഴ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയിട്ടാണെന്നാണ് തോന്നണത് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ചൂടൊക്കെ കുറഞ്ഞ് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂടിന് കുറച്ച് ആശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഉമ്മയും കാക്കൊന്നും ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ ഉമ്മ വിരുന്ന് പോയിട്ടിപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും. വലിയ താത്താൻ്റെ വീട്ടിലേക്ക് പോയതാണ്. പിന്നെ നമ്മളെ കാക്കുപ്പോൾ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഞാനും മക്കളും ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അങ്ങനെ ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചണിലെത്തിയിരുന്നു. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ മാവ് കൂട്ടി വെച്ചിരുന്നു കേട്ടോ, ദോശക്കുള്ള മാവ്. അപ്പോൾ സുട്ടൂന് രാവിലെ മദ്രസ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഓന് വേണ്ടിയിട്ട് ഒരു മസാല ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഒന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും കാരണം നമുക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ മസാല ദോശയൊക്കെ. അപ്പോൾ പിന്നെ എനിക്കും മക്കൾക്ക് മാത്രമല്ലേ. അപ്പോൾ മക്കൾക്ക് ഇതാകുമ്പോൾ അവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സുട്ടൂനൊരു ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ സുട്ടൂന് ഒരുപാട് എരിവും കാര്യമൊന്നും വേണ്ട. അപ്പോൾ ഇപ്പോൾ മസാല കൂടാനും പാടില്ല. അപ്പോൾ കുറച്ച് മസാല ഇട്ടുങ്ങാണ്ട് ആദ്യം തന്നെ ഒരു ദോശ ഇട്ടുങ്ങാണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തുങ്ങാണ്ട് എന്നിട്ട് വേണം അവനെ മദ്രസ കൊണ്ടുപോയേക്കാൻ. വന്നതിൻ്റെ ശേഷം പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ ചായയൊക്കെ കൊടുത്ത് മദ്രസയിലൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം മുറ്റടിക്കാണ്ടിന്. അപ്പോൾ ആദ്യം തന്നെ മുറ്റടിക്കണം കേട്ടോ. കാരണം ചായയൊക്കെ സാവധാനം കുടിക്കുള്ളൂ. മോളാണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു 8-9 മണിയൊക്കെ കുടിക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുറ്റടിക്കണം. മുറ്റൊക്കെ ആകെ ഇല ചാടിയിട്ട് മഴയല്ലേ, ആകെ എന്താ പറയുക ഒരുപാട് ഇല ചാടിയിന്. അപ്പോൾ അത് അടിക്കാൻ ഞാൻ പിറ്റേ ദിവസത്തിന് കുറച്ച് കൂടുതലായി. അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിക്കണം. അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അരി അടുപ്പത്തിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അലക്കലും മുടിച്ചലൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻകാരൻ വന്നു. ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടോ. മീൻ ഒരുപാട് ഇക്കണം വാങ്ങിച്ചിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ മീൻ വാങ്ങിയിട്ട്.
ഒന്നാമത് നമ്മളെ വീടിൻ്റെ അടുത്ത് ഫാം ഉണ്ടായിന് അവിടെ നിന്ന് ഇങ്ങനെ ചിക്കന് ഒരുപാട് ദിവസമായിട്ട് ഞങ്ങൾ ചിക്കൻ തന്നെ വാങ്ങിച്ചിരുന്നു. പിന്നെ കാക്കു വരുമ്പം ചിക്കനോ ബീഫ് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അങ്ങനെ ആയിട്ട് ഞങ്ങൾ മീൻ അങ്ങനെ വാങ്ങലില്ല. വാങ്ങാതെ മീനോടൊരു മടുപ്പ് തോന്നിയിട്ടോ. അപ്പം ഇന്ന് ഞാൻ മക്കളോട് പറഞ്ഞു നമുക്കിന്ന് മീൻ വാങ്ങിയതിന് കുറച്ചാണ്. അപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അവർക്ക് രണ്ടാക്കും സുട്ടൊന്നും മീൻ തന്നെ കഴിക്കൂല. അപ്പോൾ ഞാനിങ്ങനെ പറയും മീനൊക്കെ തിന്നണം കുട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് വാങ്ങും വെച്ചാണ്. അപ്പോൾ ഞാൻ പോയൊക്കെ ഇപ്പം മീൻ നല്ല ഐറ്റംസ് ഒന്നും ഇല്ല, കുറച്ച് സൂതിയും അയിലച്ചമ്പാനോ അങ്ങനത്തെ മീനൊക്കെയാണ് ഉള്ളൂ. പിന്നെ നത്തോലി ഉണ്ടായിരുന്നു, അതൊക്കെ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഈ മീൻ കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ 3 ആളല്ലേ, ഇവർ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല. പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കണ്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങി. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു നമുക്കിത് കുറച്ച് ഫ്രൈ ആക്കാം, കുറച്ച് കറിയും വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു, ഒരു കഴിക്കണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. പിന്നെ നമുക്കിന്ന് കുറച്ച് ബീട്രൂട്ട് തോരനുണ്ടാക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീൻ ഫ്രൈ ആക്കണം, കുറച്ച് കറി വെക്കണം. അതൊക്കെയാണ് ഇപ്പം ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ. അങ്ങനെ ഞാൻ എനിക്കും മക്കൾസിനും വേണ്ടിയിട്ട് 3 മീൻ ഫ്രൈ ആക്കി ബാക്കിയുള്ളത് കറിയും വെച്ചിട്ടോ. ഫുഡും കാര്യമൊക്കെ റെഡി കിട്ടിയിരിക്കുന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു. മക്കളും ചോറ് കഴിക്കണം. അപ്പോൾ ഈ വീഡിയോ എത്രയ്ക്കുള്ളൂ.